ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ബിറ്റ് കോയിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഹിസ്റ്ററിയും അതിൻ്റെ എന്താണ് ബിറ്റ് കോയിൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു യൂസേജ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള തിയറി എന്താണ് എന്നുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ചൊന്നും ബിറ്റ് കോയിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒട്ടുമിക്ക പേർക്ക് ഇപ്പോൾ ഇന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അറിയാം. അപ്പോൾ എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ളത് ചെറുതാക്കി ഒന്ന് സൂചിപ്പിക്കാം. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ കറൻസിയാണ്. വെർച്വൽ കറൻസി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിനൊരു ഫിസിക്കലായിട്ടുള്ളൊരു ഫോമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ റുപ്പീസായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അതായത് നമുക്ക് ബിറ്റ് കോയിൻ ഉപയോഗിച്ച് എന്തുകൊണ്ടും വാങ്ങാം, അല്ലെങ്കിൽ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാം. അതായത് ഇന്ത്യൻ മണി വെച്ച് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 1000 രൂപ ഇന്ത്യൻ മണി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഓക്കെ, നമുക്ക് ഈ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ബിറ്റ് കോയിൻ ഉപയോഗിച്ചും ഇതുപോലെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് നടത്താൻ സാധിക്കും. ആർക്കും വേണമെങ്കിലും അയച്ചു കൊടുക്കാം, എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒട്ടുമിക്ക സ്ഥലത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ബിറ്റ് കോയിൻ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതിനുള്ള ഒരു പോരായ്മ, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയും ഈ ബിറ്റ് കോയിനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഈ ബാങ്കിൽ കിടക്കുന്ന ഇന്ത്യൻ മണി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ATM വഴിക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു രൂപത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് ഇന്ത്യൻ നോട്ട് പോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധിക്കില്ല. അത് ഡിജിറ്റലായിട്ട് ആ ഒരു ഡിജിറ്റൽ കറൻസി എന്നുള്ള രൂപത്തിൽ തന്നെയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുക. അതായത് നമ്മുടെ BTM വാളറ്റിൽ ആ പൈസയായിട്ട് കിടക്കുന്ന ആ ഒരു ഡിജിറ്റൽ നമ്പറിലായിട്ട് കിടക്കുക 1 BTC അല്ലെങ്കിൽ 0.005 BTC. അല്ലാതെ നമുക്ക് ATM പോയിട്ട് ഒരു ക്യാഷ് ആയിട്ടുള്ള രൂപത്തിൽ, ഒരു ഫിസിക്കലായിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് ബിറ്റ് കോയിൻ എടുക്കാൻ സാധിക്കില്ല. അതൊരു വെർച്വൽ കറൻസിയാണ്. അതായത് ഡിജിറ്റലായിട്ടുള്ളൊരു ഒരു നെയിം മാത്രമേ അതിനുള്ളൂ. അപ്പോൾ BTC എന്താ നമുക്ക് കാര്യം ചെറിയൊരു ഐഡിയ കിട്ടി. ഇനി എങ്ങനെയാണ് ഈ BTC വാങ്ങുക എന്നുള്ളത് ചിന്തിക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് BTC വാങ്ങണമെങ്കിൽ ഏകദേശം 15ഓളം എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ മാത്രം തന്നെയുണ്ട് നമുക്ക് BTC വാങ്ങാനായിട്ട്. zebpay, യൂണോകോയിൻ മുതൽ തുടങ്ങിയ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. നമുക്ക് പൈസ കൊടുത്ത് ഇന്ത്യൻ മണി കൊടുത്ത് നമുക്ക് BTC വാങ്ങാൻ സാധിക്കും അവിടെ നിന്ന്. ഈ വാങ്ങുന്ന BTC നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വാളറ്റിൽ, BTC വാളറ്റിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇപ്പോൾ zebpayയുടെ വാളറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇപ്പം ഇതിനെക്കുറിച്ച് ബിറ്റ് കോയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ 1-2 വീഡിയോയിൽ നമ്മൾ കൂടുതൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രം, നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി, എങ്ങനെയാണ് ബിറ്റ് കോയിൻ വന്നത്, അല്ലെങ്കിൽ എന്നാണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആക്ച്വലി ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ 2007 ഇതിനെക്കുറിച്ച് ഒന്ന് കേട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ക്ലൂമായിട്ട് വന്നിറങ്ങി തന്നെ ഈ സംഭവം. ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും കേട്ട് കാണും. സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന, ഇപ്പോൾ ജപ്പാനിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊരു തൂലിക നാമം മാത്രമാണ്. ഇതാരാണെന്നോ ഇതിൻ്റെ പിറകിൽ ആരാണെന്നോ ആർക്കും അറിയില്ല. ഇപ്പോൾ സതോഷി നാക്കാമോട്ടോ എന്ന പേരിലാണ് ഇത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഇത് ഓൺലൈൻ രംഗത്ത് വന്നത് തന്നെ 2007. അതിനുശേഷം 2008 ഓഗസ്റ്റ് 18 bitcoin.org എന്നൊരു ഡൊമൈൻ തന്നെ രജിസ്റ്റർ ചെയ്ത് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ അന്ന് നമ്മളെപ്പോലെ തന്നെ ആദ്യം ഇതിനെക്കുറിച്ച് ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഓക്കെ, അതിനുശേഷം 2009 ജനുവരി 3, 2009 ആദ്യമായിട്ട് ഫസ്റ്റ് ബിറ്റ് കോയിൻ ബ്ലോക്ക് മൈൻ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ സതോഷി നാക്കാമോട്ടോ ഫസ്റ്റ് ബിറ്റ് കോയിൻ ജനുവരി 3 അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 50 ബിറ്റ് കോയിൻ ആയിരിക്കും റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ടാവുക മൈൻ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ബിറ്റ് കോയിൻ മൈനിങ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ 2009 ജനുവരി 3 ബിറ്റ് കോയിൻ വന്നെങ്കിലും ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നത് ജനുവരി 12 2009 ജനുവരി 12 ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. 2010 സാധാരണ പോലെ തന്നെ. അപ്പോൾ കുറച്ച് ഓർഗനൈസേഷൻസും കുറച്ച് കമ്പനികളൊക്കെ ബിറ്റ് കോയിൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി തുടങ്ങി. 2010, 2011 ആയി തുടങ്ങിയപ്പോഴേക്കും അമേരിക്കയിലുള്ള കുറച്ച് ഓർഗനൈസേഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2010 മാർച്ചിലാണ് ഫസ്റ്റായിട്ട് ഇതിൻ്റെ എക്സ്ചേഞ്ചിൽ ഒരു ലിസ്റ്റ് ചെയ്യുമ്പോൾ $0.003 അന്നൊരു ബിറ്റ് കോയിൻ ഉള്ളത്. അന്ന് ഇത് ഏകദേശം ഒരു bitcoin market.com ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി 20 പൈസ മാത്രമാണ് അന്ന് ഒരു ബിറ്റ് കോയിൻ ഉള്ളത്. 2010 മാർച്ചിലാണെന്ന് ഓർക്കണം.
അതിനുശേഷം 2013 കോയിൻ ബേസ് ഒക്കെ വരുന്നത്. കോയിൻ ബേസ് ഒക്കെ വരുമ്പോൾ ഏകദേശം $22 ആയിട്ടുണ്ട് 2013 ഒരു ബിറ്റ് കോയിന്. അതിനുശേഷം ഇതിൻ്റെ ഒരു നാൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 ഏകദേശം 2010 ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും $0.08. അതിനുശേഷം ഏപ്രിൽ ആയപ്പോഴേക്കും അത് $1 ആയി. 2011 ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോൾ $30 അതിനടുത്ത് വന്നിട്ടുണ്ട്. 2012 അവസാനമായി ഇപ്പോൾ $13 ഒന്ന് ഇടിഞ്ഞു. അതിന് ശേഷം 2013 ഏപ്രിൽ ആയപ്പോഴേക്കും $266 ആയി. 2014 ജനുവരി ആയപ്പോൾ $1000. 2015 ആയപ്പോൾ വീണ്ടും കുറഞ്ഞ് $300 ആയി. ഇതിന് നല്ലൊരു വ്യത്യാസം വന്നു തുടങ്ങിയത് 2017 ജനുവരി മുതലാണ്. 2017 ജനുവരിയിൽ ഇതിന് $1150 ആണ് ഇതിൻ്റെ റേറ്റ് ഏകദേശം 1 BTCക്ക് ലിസ്റ്റ് ചെയ്ത് വന്നിരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോഴേക്കും ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഇത് നല്ലൊരു ഓളം വന്നു തുടങ്ങിയ ഒരു സംഭവം. ഇപ്പോൾ 2017 മെയ്യിൽ $2000, പിന്നെ അങ്ങോട്ട് ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഒരു $4500, നവംബർ ആയപ്പോൾ 7300. ഇപ്പോൾ നിങ്ങൾക്ക് 2017 ഡിസംബറിൽ ഏകദേശം $10000-$20000 അടുത്ത് എത്തിക്കും ഒരു 1 BTCയുടെ റേറ്റ് കൂടി അത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം കോയിൻ മാർക്കറ്റിൻ്റെ ഒരു coinmarketcap.com നോക്കിയാൽ കാണാം ഇതിൻ്റെ BTCയുടെ റേറ്റ് കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് വർഷം കൊടുത്തിട്ടുണ്ട് 2016, 2017, 2017 ഓഗസ്റ്റ്. ഇപ്പം ഏകദേശം കാണാൻ പറ്റില്ല 2017 സ്റ്റാർട്ടിങ് മുതലാണ് ഇതിന് നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് ഉണ്ടായി തുടങ്ങിയത്. ഏകദേശം $20000 വരെ എത്തിയിരുന്നു ഒരു സമയത്ത്. അതിനുശേഷം പിന്നത്തെ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്പം അത്യാവശ്യം ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം $7300 ആണ്. ഇപ്പം ഇന്ന് ഫെബ്രുവരി 2008 ഈ സമയത്ത് ഇത്തിരി ഡൗൺ ആണ്. പോയിന്റ് ഇത്തിരി ഏകദേശം ഇത്തിരി എന്തായാലും അത് കൂടി വരുന്നത് വിചാരിക്കാം നമുക്ക് എല്ലാവർക്കും. അപ്പം ഇങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പം എങ്ങനെയാ വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ ഏകദേശം 2013 മുതലാണ് ഇന്ത്യയിൽ ഇത് ബിറ്റ് കോയിൻ ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു യൂണോകോയിനാണ് ഏകദേശം അല്ല യൂണോകോയിൻ തന്നെയാണ് ആദ്യമായിട്ട് BTC ഇന്ത്യൻ രൂപ കൊടുത്ത് BTC വാങ്ങാവുന്ന ലെവലിൽ യൂണോകോയിനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആപ്ലിക്കേഷനും അവരുടെ വെബ്സൈറ്റൊക്കെ ലോഞ്ച് ചെയ്ത് 2013 ലോഞ്ച് ചെയ്ത്. അതിനുശേഷം കോയിൻ സെക്യൂർ വന്നു, zebpay വന്നു 2015. ഇപ്പം ഇതൊക്കെ വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന zebpay ആണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് എനിക്ക് തോന്നുന്നുണ്ട് 15ഓളം എക്സ്ചേഞ്ചുകൾ BTC എക്സ്ചേഞ്ചുകൾ 15ഓളം എക്സ്ചേഞ്ചുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. കോയിൻ ഡെൽറ്റ, പോക്കറ്റ് ബിറ്റ്സ്, കോയിനോമി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇതൊക്കെ നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത്രമാത്രം എക്സ്ചേഞ്ചസുകൾ ഇന്ന് BTCയിലുണ്ട്. BTC ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഓൾഡ് കോയിൻസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. പൊളോണിക്സോ ബിട്രെക്സിലോ ബിനാൻസിലൊക്കെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റു പല രീതികളിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ബിറ്റ് കോയിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കുറച്ച് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ട്രേഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ അതിൻ്റെ ഒരു കമ്പാരിസണും എല്ലാമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു വീഡിയോ ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിതിൽ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ബിറ്റ് കോയിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹം, ഞാൻ എന്തായാലും ഒരു വർഷത്തോളമായിട്ട് ഈ രീതിയിൽ ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു രീതിയിലായിട്ട് നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ യൂട്യൂബിനകത്തേക്ക് പോകുന്നത് മാത്രം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബിറ്റ് കോയിനെ കുറിച്ച് തന്നെ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.